ശത്രുക്കളുടെ സകല തന്ത്രങ്ങളും അത് ഈ ദിവസങ്ങളിൽ ഫ്രീസായി പോകാൻ പോകുകയാണ്. ചിലതൊക്കെ അനങ്ങാൻ പറ്റാത്തതുപോലെ ചില സാഹചര്യങ്ങൾ ഇതാ മുമ്പിൽ കടന്നു വരാൻ പോകുകയാണ്. നിന്റെ ഉയർച്ച അവ കാണും, പക്ഷെ അതിന് വിരോധമായി തന്ത്രം വരാൻ ഇനി അവന് കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നിനക്കൊന്ന് അധികാരത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുമോ? എന്റെ മുമ്പിൽ ശത്രു ഫ്രീസായി നിൽക്കാൻ പോകുകയാണ്. ഫ്രീസ് എന്ന പദത്തിന്റെ അർത്ഥം നാം ഒന്ന് നോക്കിയാൽ അവിടെ പറയുകയാണ് സ്റ്റക്കായി നിന്നു പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. ദൈവവേദനെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഭാഗത്തെ ഓർമ്മപ്പെടുത്തി പറയുകയാണ്. ശത്രു എത്ര നിനക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞാലും അവന് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ ഫ്രീസായി പോകുന്ന ഒരു സാഹചര്യം കർത്താവ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോകുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിന്റെ മേൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായിട്ട് ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞ് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താ അവിടെ സംഭവിക്കുന്നത്? സിംഹത്തെ സൃഷ്ടിച്ചവൻ ആ സിംഹങ്ങളെ ഫ്രീസാക്കി കളഞ്ഞു. കാരണം സിംഹങ്ങൾക്ക് ദാനിയേലിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ അവൻ അവിടെ ശ്രേഷ്ഠമായി നിന്നു. സിംഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു രാത്രി മുഴുവൻ അനേക സിംഹങ്ങളുടെ കൂടെ ഒരു സാധുവാകുന്ന പച്ച മനുഷ്യൻ ദൈവകൃപയ്ക്കകത്ത് നിന്നു. പിറ്റേ പ്രഭാതത്തിൽ രാജാവ് വന്ന് സംസാരിക്കുമ്പോൾ ആ രാജാവിനോട് തിരിച്ച് ദാനിയേൽ വന്ദനം പറയുന്നത് വചനം വ്യക്തമാക്കുന്നു. അങ്ങനെങ്കിൽ ഏറിയ നാളുകൾ കൊണ്ട് നിന്നെ അനേക വിഷയത്തിനകത്ത് ഭാരപ്പെടുത്തിക്കൊണ്ട് ചില വ്യക്തിത്വങ്ങൾ ഞെരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ, അനേക വ്യക്തിത്വങ്ങൾ അകാരണമായി നിന്നെ ശല്യം ചെയ്യുന്നുണ്ട് എങ്കിൽ, ശത്രുക്കളുടെ സകല തന്ത്രങ്ങളും അത് ഈ ദിവസങ്ങളിൽ ഫ്രീസായി പോകാൻ പോകുകയാണ്. ചിലതൊക്കെ അനങ്ങാൻ പറ്റാത്തതുപോലെ ചില സാഹചര്യങ്ങൾ ഇതാ മുമ്പിൽ കടന്നു വരാൻ പോകുകയാണ്. ഇതുപോലെ തന്നെ അപ്പോസ്തലനാകുന്ന പത്രോസിനെയും കാരാഗ്രഹത്തിനടച്ചു. പക്ഷേ അവിടെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ശക്തിപ്പെട്ടു. ആ സമയം ദൂതൻ കാരാഗ്രഹത്തിനകത്തിൽ ഇറങ്ങി. അനേക കാവൽക്കൂട്ടം അവിടെയുണ്ട്. പട്ടാളക്കാർ ശക്തിയോടെ അവന് വിരോധമായി കാവൽ നിൽക്കുകയാണ്. എന്നാൽ ആ പട്ടാളക്കാർക്ക് ഒന്നും അവന് വിരോധമായി ചെയ്യാൻ കഴിയാത്തതുപോലെ പട്ടാളക്കാരവിടെ ഫ്രീസായി പോയി. അവനിതാ പുറത്തു വന്നു. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ പോലും അവന്റെ മുമ്പിൽ സ്വതവേ തുറക്കപ്പെട്ട് ആ പത്രോസ് അപ്പോസ്തലൻ പുറത്തു വന്ന ചരിത്രം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് എങ്കിൽ, ഇന്ന് എന്നെ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വിളിച്ചു പറ, കർത്താവേ, നാളുകൾ കൊണ്ട് ഞാൻ ചില വിഷയങ്ങൾക്കകത്ത് അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ ബൗണ്ടറിക്കപ്പുറത്തേക്ക്, എൻ്റെ ടെറിട്ടറിയെ ഭേദിച്ച് എനിക്ക് ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യത്തിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുകയാണ്. ഏറിയ നാളുകൾ കൊണ്ട് അധ്വാനിച്ചിട്ടും എനിക്ക് ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ആരൊക്കെയോ ചേർന്ന് ദുഷ്ടതന്ത്രങ്ങൾ മെനഞ്ഞ് എന്നെ എവിടെയൊക്കെയോ തളച്ചിട്ടിരിക്കുന്നത് പോലെ, പത്രോസ് ഇപ്പോൾ ചങ്ങലയിൽ കിടക്കുന്നത് പോലെ തളച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് ഞാൻ അധികാരത്തോടെ വിളിച്ചു പറയട്ടെ, ആ ശത്രുക്കൾ ഫ്രീസായി പോകുന്ന ദിവസങ്ങളിതാ മുമ്പിൽ കടന്നു വരാൻ പോകുകയാണ്. നീ ഇനി മുമ്പോട്ട് ചലിക്കാൻ പോകുക. എവിടെ വരെ? 1-ാം കാവലും 2-ാം കാവലും ദേശത്തിന്റെ ആ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ വരെ നിന്റെ മുമ്പിൽ ശത്രു കോട്ട പോലെ കെട്ടിവെച്ച് അടച്ചിട്ടിരിക്കുന്ന ആ വാതിൽ തുറന്ന് നീ രാജ്യങ്ങളെ കീഴടക്കുന്ന നിലകളിലേക്ക്, അല്ല, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയുടെ ജീവിതത്തിന്റെ മേൽ ആ രാജ്യങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ള പുറപ്പാട് സാധ്യമാകത്തക്ക നിലയിൽ ശത്രു എത്ര ബന്ധിച്ചാലും, ശത്രു എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിന് നിന്നെയോ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെയോ തടഞ്ഞു വെക്കുവാൻ കഴിയാത്തതുപോലെയുള്ള മുമ്പോട്ടുള്ളൊരു പുറപ്പാട് അത് സാധ്യമാകാൻ പോകുകയാണ്. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങ്. കർത്തനാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. ശത്രുവല്ല ജയിക്കാൻ പോകുന്നത്. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്താൽ, കർത്താവിന്റെ സ്നേഹത്താൽ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ
അധികാരത്തോടെ ചലിക്കപ്പെടാൻ പോകുകയാണ്. ഒരു ദിവസം അപ്പോസ്തലനാകുന്ന പൗലോസ് മുമ്പോട്ട് യാത്ര ചെയ്തു വരുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനാകുന്ന പൗലോസിനെ വല്ലാതെ മുഷിപ്പിക്കുന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു വന്നപ്പോ ഈ അഭിഷിക്തൻ ആ വ്യക്തിത്വത്തെ തിരിഞ്ഞു നോക്കിയിട്ട് അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു. അവിടെ എന്താ സംഭവിച്ചേ? അവളിൽ നിന്ന് ആ പൈശാചിക സ്വാധീന മേഖല അത് ഫ്രീസായിപ്പോയി. അവൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെങ്കിൽ ഇന്ന് ആ ഒരു വിഷയത്തെ നിങ്ങളുടെ ഉള്ളിലൊന്ന് ചിന്തിച്ചിട്ട് പറ, എന്റെ മുമ്പിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളും അത് ഫ്രീസായി പോകാൻ പോകുകയാണ്. എന്നെ ഈ കഴിഞ്ഞ നാളുകൾ അത്രയും ഞെരുക്കിക്കൊണ്ടിരുന്ന സകല വിഷയങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഞെരുക്കിക്കളയുക. നീ അത് അധികാരത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞേ. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിന്നിൽ കൂടെ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമായിട്ട് വെളിപ്പെട്ടു വരാൻ തുടങ്ങും. 91 സങ്കീർത്തനത്തിലേക്ക് നോക്കിക്കേ. പ്രാർത്ഥനാ മുറിയിൽ നിന്നൊരു പുതിയ ശക്തി ധരിച്ചുകൊണ്ട് ഒരുവൻ ഇറങ്ങി വരികയാണ്. അവൻ പറയുക, എന്റെ ഒരു വശത്ത് 1000, മറുവശത്ത് 10,000 വീഴുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് വീണ്ടും പറയുകയാണ്, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിക്കുന്ന നിലയിൽ ഞാൻ മുമ്പോട്ട് ചവിട്ടി മെതിച്ച് യാത്ര ചെയ്യുക. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന്റെ വേറൊരു ഭാഗമല്ലേ അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ കാണുന്നത്? തന്നെ കടിച്ച് കൊന്നു കളയുവാൻ വേണ്ടി ആ കൈയിലേക്ക് കടിച്ചു തൂങ്ങിയ അണലിയെ ഒരു കുഴപ്പവുമില്ലാതെ തന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിലും അധികാരത്തിലും ആ പൗലോസ് അപ്പോസ്തലൻ കുടഞ്ഞു കളഞ്ഞു. അവനൊന്നും സംഭവിച്ചില്ല. എന്താ സംഭവിക്കുന്നത് ഇവിടെ? കർത്താവ് അവരുടെ മേൽ പകർന്ന ആ അഭിഷേകം അത് ശക്തിയോടെ ജ്വലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറ, ശത്രു താളടിയാകും. എന്റെ തലയെ കർത്താവ് ഉയർത്തി നിർത്തും. ശത്രു ഫ്രീസ് ആകും. ഇനി ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ശത്രു എന്റെ മുമ്പിൽ നിവരെ നിൽക്കത്തില്ല. അതിനുള്ള ഒരു യഥാർത്ഥമായ ഉദാഹരണമാണ് വാഗ്ദത്ത മണ്ണിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം ജനത കടന്നു വരികയാണ്. അവരെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവർ കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ ഒരു നായ പോലും നിവരെ നിന്നില്ല. ശത്രു നിന്റെ മുമ്പിൽ ഇനി നിവരെ നിൽക്കില്ല. ഫ്രീസായി പോവും. നിന്റെ ഉയർച്ച അവ കാണും. പക്ഷെ അതിന് വിരോധമായി തന്ത്രം വരാൻ ഇനി അവന് കഴിയത്തില്ല. കാരണമുണ്ടായിക്കോട്ടെ അകാരണമായിക്കോട്ടെ, എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും ഇനി അവൻ ജയിക്കത്തില്ല. നിന്റെ വിജയത്തിന്റെ ദിവസങ്ങളായത്. അതുകൊണ്ട് അധികാരത്തോടെ വിളിച്ചു പറ, ശത്രു ഫ്രീസായി പോകുന്നത് ഞങ്ങൾ കാണാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. കർത്താവിന്റെ ആ വചനത്തെ വിശ്വസിക്കും. ആമീൻ പറ. അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ.